ട്രെയിൻ ഇഷ്യൂ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ ചെയ്യണം? ഞാൻ ഇവർക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവർ കുരുത്തക്കേട് കാണിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തെല്ലാം വള്ളി, ഞാൻ ഇപ്പോൾ വള്ളി പിടിക്കലല്ലോ. പണ്ടാണെങ്കിൽ ഞാൻ ഇടക്കിടക്ക് വന്നിട്ട് ഓരോ മാസം ഓരോ വള്ളി എൻ്റെ പേരിലുണ്ടായി. ഇപ്പം എൻ്റെ പേരിൽ ഒരു വള്ളിയില്ല. ഇവരാ എനിക്ക് വള്ളി തരുന്നത്. ഇപ്പോൾ എനിക്ക് ഞാൻ പറയട്ടെ, ഞാൻ മാത്സ് ഞാൻ പഠിക്കാൻ വിട്ടുകൊടുത്ത് ഞാൻ എല്ലാ ഉപദേശവും എല്ലാം ഇതും ചെയ്യുന്നുണ്ട്. മനസ്സിലായി? ഇവര് നന്നായിട്ട് പറഞ്ഞ കേൾക്കുന്നുടാ. മമ്മൂന്റെ സ്വഭാവം പറയാറുണ്ട്. പറഞ്ഞ കേൾക്കും, എത്ര പറഞ്ഞാലും കേൾക്കും. സോഷ്യൽ മീഡിയയിൽ അശ്ലീല പ്രദർശനവും സ്ത്രീ വിരുദ്ധതയും നടത്തുന്നുവെന്ന പരാതി സ്ട്രീമർ തൊപ്പി എന്ന നിഹാദിനും സംഘത്തിനുമെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട DGP. തൊപ്പിയുടെ MRC ഗ്യാങ് തല്ലിപ്പിരിഞ്ഞതിന് പിന്നാലെ പരസ്പരം ചളിവാരിയിരുന്ന വീഡിയോ തെളിവുകളടക്കം ഇരുകൂട്ടരും പുറത്തുവിട്ടിരുന്നെന്നും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ളതേ അല്ല എന്നുള്ളതാണ് വസ്തുത. തൊപ്പിയുടെ വീട്ടിൽ നിന്ന് ലഹരി വസ്തുക്കളടക്കം കണ്ടെടുത്ത സാഹചര്യത്തിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമുള്ള പരിശോധന നടത്തണമെന്ന സോഷ്യൽ മീഡിയ ശക്തമായ ആവശ്യങ്ങൾക്ക് പിന്നാലെയാണ് എല്ലാ തരങ്ങളും അന്വേഷിച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ DGP ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. വളരെ നല്ലൊരു കാര്യം. കേരളം കാത്തിരുന്ന ഒരു സമയം എന്നൊക്കെ പറയാലോ. ഈ അടുത്ത് തൊപ്പീന്റെ ഗ്യാങ്ങും തമ്മിലുണ്ടായ പ്രശ്നം പ്രത്യേകിച്ച് ഞാൻ എടുത്ത് വിവരിച്ചു തരേണ്ട കാര്യം. എന്നാലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവാതിരിക്കും. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തേക്കാം. ഈ തൊപ്പിയും ഷമീർ, മമ്മു ഇങ്ങനെയുള്ള പൂക്കാവടികളെല്ലാം കൂടെ ഒരൊറ്റ ഗ്യാങ് ആണ്. ഇത് സ്ട്രീമിംഗ് പരിപാടിയൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു ഗ്യാങ്. ഈ മമ്മും ഷമീറും എല്ലാവരും കൂടെ വന്നിട്ട് തൊപ്പിന്റെ സ്ട്രീം കയറിയ സമയത്താണ് ഈ ഉറങ്ങിക്കിടന്നിരുന്ന തൊപ്പിന്റെ സ്ട്രീമിംഗ് കാര്യങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ഉണർന്നതും പണ്ടത്തേനേക്കാൾ കൂടുതൽ പോപ്പുലർ ആവുകയും ആളുകളുടെ ഇടയിലോട്ട് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി പറ്റുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ചെറിയ ചെറിയ കുട്ടികളുടെ ഇടയ്ക്ക് ഈ +1, +2, 10ാം ക്ലാസ്, 9 ഈ ഒരു ഏജിലുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ ഇടയ്ക്ക് വല്ലാണ്ട് തരംഗം സൃഷ്ടിക്കാൻ വേണ്ടി തുടങ്ങിയത്. കാരണം ഇവർ ലൈവിൽ അങ്ങനത്തെ ഓരോ പരിപാടികളാണ് കാണിച്ചു കൂട്ടുന്നത്. ചടിയിട്ട് തുള്ളുക, പിന്നെ ഓരോ ദിവസം ഓരോ കണ്ടന്റ് ആയിരിക്കും. അവർ തന്നെ പറഞ്ഞിട്ട് അവരുടെ സ്ട്രീമിംഗ് ലൈവ് ഫുള്ള് കണ്ടന്റ് ആണ്. അപ്പോൾ കണ്ടന്റ് അനുസരിച്ച് വേണ്ടാത്ത TV കൊണ്ടുവന്ന് വെക്കുക, തല്ലിപ്പൊളിക്കുക, അതിനകത്ത് കിടന്ന് അങ്ങനെ കളിക്കുക, ഒരാൾ ഇങ്ങനെ പറയണമെന്ന് പറയുമ്പോൾ അടുത്ത ആൾ എന്തുത്തരം. ഫുള്ള് സ്ക്രിപ്റ്റാണ്. ഫുള്ള് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാന്തരം നാടകം. ഈ നാടകത്തിന്റെ ഒക്കെ ഒടുവിൽ ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുണ്ടാവുന്ന ക്ലാഷ് കൊണ്ട് 2 നാടകങ്ങൾ കാണുന്ന അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വീട് ഞാൻ എത്ര പറഞ്ഞ നിയാദിനോട് ഞാൻ പറഞ്ഞു, നിയാദ് ഞാൻ എന്റെ വീടൊക്കെ കാണിക്കട്ടെ, കാരണം ആൾക്കാർക്കെല്ലാം കാണാൻ ഒരു ഇതുണ്ടാവും. കാരണം മമ്മൂന്റെ വീട് അതൊന്നും കാണിക്കണ്ട, കാരണം എന്റെ വില പോകുന്ന കേസാ. ഓന്റെ വില പോകുന്ന കേസാ പോലും എന്റെ വീടും എന്റെ. കാരണം ഉമ്മ സത്തിട്ട് പറയാൻ ഞാൻ ഇപ്പോഴും നാട്ടിൽ പോയാല് ഞാൻ നിലത്ത് പായ വിരിച്ച് കിടക്കല്, അതായത് ആ ചോരുന്നാട നിലത്ത് പായ വിരിച്ച് കിടക്കല്. ഈ ഗ്രൂപ്പ് തല്ലിപ്പിരിയാനുണ്ടായ കാരണം വേറൊന്നുമല്ല. ഈ മമ്മൂന്റെ വീട് പണിക്ക് വേണ്ടിയിട്ടും ഷമീറിന്റെ പെങ്ങളുടെ കല്യാണത്തിനൊക്കെ വേണ്ടിയിട്ട് തൊപ്പിനോട് കുറച്ച് ക്യാഷ് ആവശ്യപ്പെടുന്നു. തൊപ്പി അത് കൊടുക്കാതിരിക്കുന്നു. ഇതാണ് അതിന്റെ കാരണം എന്നത് ഷമീറും കൂട്ടരും പറയുന്നത്. ഇനി ഇവർക്ക് കൂലി കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഈ ഷമീർ, മമ്മു ഇങ്ങനെയുള്ള ആൾക്കാർ തൊപ്പിയുടെ അടുത്ത് കൂലിക്ക് വേണ്ടിയല്ല സ്ട്രീമിംഗ് ചെയ്യുന്നത്. അതായത് മാസാമാസം ഇവർക്കൊരു ശമ്പളം എന്ന രീതിയിൽ പേയ്മെന്റോ കാര്യങ്ങളോ ഇല്ല. പകരം തൊപ്പി ഇവർക്ക് കൊടുക്കുന്ന കൂലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പിയുടെ കൂടെ നിൽക്കുക, അവിടെ ഇവിടെയും കറങ്ങാൻ പോവുക, ഇന്റർനാഷണൽ ട്രിപ്സ്, തൊപ്പി വഴി ഇവർക്ക് കിട്ടുന്ന ഫെയിം, ഫുഡ്, കള്ള്, പിന്നെ അനുബന്ധ സാധനങ്ങൾ, പോരാത്തതിന് ഇതേമാതിരി എന്തും കാട്ടിക്കൂട്ടാനുള്ള വല്ലാത്തൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്രീഡം. അതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഇവർക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാനും അതുവഴി കിട്ടുന്ന പ്രൊമോഷൻസിലൂടെ വരുമാനം നേടാനൊക്കെയുള്ള ഒരു സംഭവമാണ്, ഒരു അവസരമാണ് തൊപ്പി എന്ത് ചെയ്തിട്ടുള്ളത് ഇവർക്ക് കൂലി എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒടുക്കം ഇവർ തന്നെ ലാസ്റ്റ് ഗതികെട്ട് വന്ന് പറയാണ്, ഇതിനെ കൊണ്ട് ഷഡ്ഡി കഴിക്കും, അമ്മനെ കൊണ്ട് ഷഡ്ഡി കഴിക്കും, തൊപ്പിന്റെ ഗേൾഫ്രണ്ട് കഴുകാൻ വേണ്ടി പറയും, അവിടെ അത് ചെയ്യിപ്പിക്കും, ഇത് ചെയ്യിപ്പിക്കും, പട്ടിപ്പണിയാണ്, വിലയില്ല, അടിക്കും ഇടിക്കും, ആൾക്കാരുടെ മുമ്പിൽ വല്ലാതെ ഇൻസൾട്ട് ചെയ്യും, മൂത്ത് ചവിട്ടും, ഇങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ തൊപ്പിക്കെതിരെ പറഞ്ഞുകൊണ്ട് ഷമീറും കൂട്ടരും ഒരു ലൈവിൽ രംഗത്ത് വരികയാണ്. ലൈക്ക് തൊപ്പി ഒരു മാഫിയ കിങ് ആണ്, ഡ്രഗ്സ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത്, അതായത് ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് ഡ്രഗ്സ് ഒക്കെ കൊടുത്തിട്ട് ഈ പരിപാടി ചെയ്യിക്കുന്ന തൊപ്പിയാണ് എന്നുള്ളതാണ് ഷമീറും കൂട്ടരും ആദ്യം ഉന്നയിക്കുന്ന ഭാഗം, അവരുടെ ആദ്യത്തെ ഒരു ലൈവിന്റെ ഭാഗം എന്ന് പറയുന്നത്. രണ്ടാമത് തൊപ്പി ഒരു ലൈവ് വരുന്നുണ്ട്. കാണിച്ചരാടാ നാറി, എല്ലാം ഫേക്ക് ഓടി ഞാൻ കേൾപ്പിച്ചരാം. ഈ വീട്ടില് ഡ്രഗ്സ് കയറ്റി, ഓക്കെ, ഡ്രഗ്സ് കയറ്റിട്ട് പിള്ളേർക്കും ഡ്രഗ്സ് കൊടുത്തിട്ട് എന്താ പരിപാടി? എടാ ഇവര് എന്റെ തലയിലേക്ക് ഇടാൻ പോകുന്ന സാധനം, അതായത് എന്റെ കേസായിട്ട് എന്നെ ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, മമ്മൂനെ ഞാൻ പീഡിപ്പിച്ചു, ഇതെല്ലാം ഇവൻ ചെയ്യുന്ന കാര്യങ്ങളാ. ആ ലൈവിനകത്ത് തൊപ്പി അതുമായിട്ട് ബന്ധമില്ലാത്ത പല സാധനങ്ങളും പറയുന്നുണ്ട്. തൊപ്പി ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഗ്യാങ് തല്ലിപ്പിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവർ തമ്മിൽ എന്താണ് ഒരു
എന്താണ് മറ്റേ പരിപാടി അതാണ് എന്നാണ് പറയുന്നത്. അതായത് ഈ ആണും ആണും ഉണ്ടാവുമല്ലോ, അപ്പം ഈ മമ്മും ഷമീറും എല്ലാം കൂടെ അവിടെ എന്തോ കുണ്ടം പരിപാടിയാണെന്നോ, അതുമായിട്ട് അത് തനിക്ക് താങ്ങാനാവാതെ വലിയേട്ടൻ ആ ഗ്രൂപ്പ് പിരിച്ചുവിടുകയും തൻ്റെ സഹോദരങ്ങളെ എല്ലാവരെയും വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് തൊപ്പി പറയുന്നത്. പക്ഷെ മറ്റേ കൂട്ടരത് അതല്ല പറയുന്നത്. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, തൊപ്പി പറയുന്ന പോലെ ഇവർ അങ്ങനെ ഒരു ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ നിമിഷം, അത് മനസ്സിലാക്കിയ നിമിഷം എന്തുകൊണ്ട് ഇവരെ മാറ്റി നിർത്തിക്കൂടാ, അല്ലെങ്കിൽ നേരത്തെ എന്തുകൊണ്ട് ഇത് പറഞ്ഞുകൂടാ? പോട്ടെ, ചിലപ്പോൾ അവർക്കൊരു പ്രൈവസി വേണം, അതൊന്നും പുറത്തിട്ട് അവരെ നാട്ടിക്കണ്ട എന്നുള്ള വിചാരത്തിലായിരിക്കാം, എല്ലാം പോട്ടെ. പക്ഷേ ഇവരുടെ ഗ്രൂപ്പ് പിരിയാനുള്ള കാരണം ഇതാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ആ ഒരു വീഡിയോയിൽ ഷമീർ മറ്റൊരു പരിപാടി ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയിൽ പുള്ളിക്കാരൻ പ്രോൺ വീഡിയോസ് കണ്ടിട്ട്, അതായത് വേറെ പല സാധനങ്ങളും ഫോണിൽ കണ്ടുകൊണ്ടാണ് അങ്ങനെ ഒരു പരിപാടിയൊക്കെ ചെയ്യുന്നത്. അതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരിൽ ഭൂരിഭാഗം ആൾക്കാരും ഇത് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷെ അതിനൊരു പ്രൈവസി ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇവിടെ യാതൊരു തരത്തിലുള്ള പ്രൈവസി ഇല്ലാതാണ് ഇവർ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. രണ്ടോ മൂന്നോ പേര് ആ റൂമിൽ നിൽക്കുമ്പോഴാണ് ഷമീർ അവിടെ കിടന്നുകൊണ്ട് ഈ പരിപാടി കാണിക്കുന്നത്. പക്ഷേ അത് കാണുന്നതിൽ മറ്റു ആളുകൾക്കും അവരുടെ മുമ്പ് ഇങ്ങനെ ചെയ്യുന്നതിൽ ഇവനും തകരാറില്ലെങ്കിൽ അവിടെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യം. രണ്ടാൾക്കാരും ആ സമയത്ത് അവിടെ കംഫർട്ടബിൾ ആയിരുന്നു. ഇനി അതും ഏതെങ്കിലും രീതിയിൽ കണ്ടന്റിന് വേണ്ടി ഇവർ ചെയ്തു വെച്ചതാണോ എന്നുള്ളതും പറയാൻ പറ്റില്ല. ഈ കൂട്ടരായിട്ട് നമ്പാൻ പറ്റില്ല. കുറേ കാലം ഇവരുടെ പേരെ കുറഞ്ഞു കിടക്കുകയായിരുന്നു. ഇനിയിപ്പോൾ മനഃപൂർവ്വം ഇത്രയും വലിയൊരു സംഭവം എടുത്തിട്ടിട്ട് സ്വയം അങ്ങ് ചീഞ്ഞളിഞ്ഞ് ആൾക്കാരുടെ ഇടയിലോട്ട് വല്ലാണ്ട് അങ്ങോട്ട് പോപ്പുലർ ആവാനുള്ള പരിപാടിയാണോ എന്നുള്ളതും തമ്പുരാനാണ്. പക്ഷെ കാര്യങ്ങളുടെ കിടപ്പ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഒരുപാട് പേര് പറയുന്നുണ്ട് ഇതും സ്ക്രിപ്റ്റാണ്, നാളെ ഇവർ വീണ്ടും ഒന്നിക്കുമെന്ന്. പക്ഷെ കാര്യങ്ങളുടെ കിടപ്പും പോക്കും എല്ലാം കണ്ടിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ വിഷയത്തിൽ നിന്ന് വേറെ അങ്ങോട്ടോ മാറിപ്പോന്നു. ശേഷം ഈ തൊപ്പി ലൈവിൽ ഷമീർ കാണിക്കുന്ന ആ ഒരു വീഡിയോ അങ്ങോട്ട് കുറച്ചൊരു ബ്ലർ ചെയ്തിട്ട് ആൾക്കാരുടെ ഇടയിലോട്ട് അങ്ങോട്ട് പബ്ലിഷ് ചെയ്യാൻ ലൈവിൽ കാണിച്ചു കൊടുക്കുകയാണ് മറ്റുള്ള ആൾക്കാർക്ക്. അവിടെയും പറയുന്നുണ്ട് മമ്മു ബ്ലോ ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ശേഷം മമ്മൂനെ കൊണ്ട് ബ്ലോ ചെയ്യിക്കാനാണെങ്കിൽ തനിക്ക് ആദ്യമേ അത് ചെയ്യിക്കാമായിരുന്നു, എന്തിന് മറ്റേ വീഡിയോ കണ്ടുകൊണ്ട് കിടക്കണം, ഞാൻ വീഡിയോ കണ്ടുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെയാണ് ഷമീർ പറയുന്നത്. ദൈവമേ, ഇതൊക്കെ പറയുന്ന ആൾക്കാരെ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ നമ്മൾ പെടുന്ന പാട്. ആ ഷമീർ ചോദിച്ച അതിൻ്റെ കാര്യം പോയിന്റാണ്. ഇവിടെ ഷമീറും മമ്മും ആരും ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വിപരീതമായ രീതിയിലാണ് തൊപ്പി മറുപടി എടുക്കുന്നത്. ഈ ഒരു വീഡിയോ അവിടെ കാണിക്കേണ്ട കാര്യം സത്യം പറഞ്ഞാൽ അവിടെ ഇല്ല. പക്ഷെ അവനത് എടുത്തിട്ട് അങ്ങോട്ട് കാട്ടി. കാരണം വിഷയം വേറെ ലൈനിലോട്ട് കൊണ്ടുപോകണം. ഇതാവുന്ന സമയത്ത് ആൾക്കാർ എടുത്ത് വെച്ച് ട്രോളും കാര്യങ്ങളും റിയാക്ഷനും കുറച്ച് ഇതൊക്കെ ആവുന്ന സമയത്ത് തൊപ്പിൻ്റെ കാര്യം വഴിമാറി പോകുമല്ലോ. അവിടെ തൊപ്പി കുറച്ച് സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. ആ കാണിക്കുന്നതിൻ്റെ അകത്ത് പേയ്മെന്റ് നടത്തിയതായിട്ട് കാണിക്കുന്നുണ്ട് മമ്മുവും ഷമീറിനും ഒക്കെ. പക്ഷേ അതൊന്നും അവർക്ക് ചിലവിനുള്ളൊരു പണം അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിന് വേണ്ടിയുള്ളൊരു പണം എന്ന രീതിയിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ഒന്നും ആയിരുന്നില്ല. എന്തോ വീട്ടിലോട്ട് ചൊറിഞ്ഞ സാധനങ്ങൾ വാങ്ങാൻ തോന്നുന്നു പറ്റുന്ന രീതിയിൽ 100, 150, 10, 200, 300 അങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അല്ലാണ്ട് ഒരു 5000, 10,000, 15,000 എന്ന് പറയുന്ന രീതിയിൽ ഒരുമിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന പോലെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ രണ്ട് കൂട്ടരും ഇത്രയും കാലം അവരുടെ ആയിരുന്നു എന്തുകൊണ്ട് ഇത്രയും ആട്ടും തൊപ്പും സഹിച്ച് അവിടെ കിടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ കിട്ടുന്ന ഫ്രീഡം, പോകാൻ പറ്റുന്ന ഇന്റർനാഷണൽ ട്രിപ്സ്, ആൾക്കാരുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന ഫെയിം, പിന്നെ അവൻ കൊടുക്കുന്ന കുറച്ച് ഈ ഡ്രഗ്സ്, കള്ള് സാധനം, ഇതിനെല്ലാത്തിനും കൂടെ അഡിക്റ്റ് ആയിട്ടാണ് ഇവരെന്ത് ചെയ്തത് ആ ഒരു ഗ്യാങ്ങിനകത്ത് അങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ അവർക്ക് സ്വന്തമായ ഒരു ആവശ്യമെന്ന് വന്നപ്പോൾ തൊപ്പി അത് സമ്മതിച്ചില്ല. പൈസ ചോദിച്ചപ്പോൾ എന്തൊക്കെയോ രീതിയിൽ മോശം പറഞ്ഞു. അതിന് ദേഷ്യം പിടിച്ചിട്ട് ഇവരെന്ത് ചെയ്യാണ് ആ ഒരു ഗ്യാങ്ങിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം അങ്ങോട്ടൊരു പുറത്തൊരു ബോംബ് പോലെ ഇട്ട് പൊട്ടിക്കാണ്. ഇത് പൊട്ടിച്ചാലുണ്ടാകുന്ന ഉപകാരം ഇവർക്കൊരു ഫെയിമും കിട്ടും, ഒരു റീച്ചും കിട്ടും. ചുളിവിന് അവർക്ക് അവരുടെ ആ ഒരു ചാനലും കാര്യങ്ങളും സ്ട്രീമിങ്ങും അങ്ങനെ അങ്ങോട്ട് പച്ച പിടിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും. തൊപ്പിനെ മോന്ത അവിടെ വലിച്ചു കീറാനും പറ്റും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് വേറൊരു ലൈവ് വരികയാണ് ഷമീറും ടീമും കൂടെ. തൊപ്പി ഇതിന്റെ അടുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നുമില്ല. ഇവൻ എനിക്ക് കള്ള് തന്നു കേസ്, ഇവൻ കള്ള് തന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഏതൊരു പെണ്ണ്, ഇവൻ അടുത്ത ദിവസം ഏതൊരു പെണ്ണ് ഇവനെ ഇങ്ങനെ എല്ലാം മൊത്തം ചെയ്തിട്ട് അന്നെ വിളിക്കുക ആ റൂമിലേക്ക് എന്നെ വിളിച്ച്. അതായത് ഇവര് ഇത് ചെയ്തുകൊണ്ടിരിക്കല, ചെയ്ത് നിൽക്കുമ്പോ മമ്മൂന്ന് വിളിച്ച്, എടാ ഇങ്ങ് വാടാന്ന് പറഞ്ഞു. എന്നോട് അറിയാം അടിച്ചങ്ങ് കിണ്ടിയായിട്ടുള്ളത്. നീയാന്ന് പറഞ്ഞ അടിച്ചാ പിന്നെ അങ്ങ് സുൽത്താനാന്ന് അവന്. എന്നോട് ഇവൻ പറയാം നീയാന്ന് പറയാം, എടാ മമ്മു എനിക്ക് ഇവളത്ര സുഖം കിട്ടുന്നില്ല. ആ പെണ്ണിന്റെ മുമ്പെന്ന്, അതായത് ആ പെണ്ണിന്റെ മുമ്പെന്ന് എന്നോട് ഇവൻ പറയാ എനിക്ക് ഇത്ര സുഖം കിട്ടുന്നില്ല. ഇവളെന്താ വിചാരിക്ക? പോട്ടെ, അത് പോട്ട്. നീ ഒന്ന് ഇതാക്കി താ, എന്താ അതിനെ ഒരു ബീജ ബ്ലോജോ ഒന്ന് നീ ബ്ലോജോ ആക്കി തരാൻ എന്നോട് ചോദിക്കുന്നു. അപ്പൊ അതിൽത്തുനിന്ന് ആരാ കുണ്ടൻ? നമ്മളാണോ അതോ ഓനാണോ? അതിനകത്ത് ഇവർ ഡ്രഗ്സ് യൂസ് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ തൊപ്പീൻ്റെ റൂമിൽ പോയിട്ട് ഇങ്ങനെ ഒരു സാധനം ഈ ഇലകൾ കറക്റ്റായിട്ട് എടുത്തുകൊണ്ടൊന്ന് കാണിക്കുന്ന വരെയുണ്ട്. എന്നിട്ട് പോലും ഇത്രയും ദിവസമായിട്ട് ഇന്നാണ് ഇപ്പോൾ ഇത് പ്രമുഖ ന്യൂസ് ചാനൽസിലും മറ്റൊരു വാർത്തയായിട്ട് അവർക്കെതിരെ ആക്ഷൻ എന്ന് കേൾക്കുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്ന സമയത്തിന് ഒരു പോലീസുകാരും അവരൊന്ന് കസ്റ്റഡിയിൽ എടുക്കുകയോ ക്വസ്റ്റ്യൻ ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. ഇവരുടെ പുറകെ പോയാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡ്രഗ്സ് ഡീലിങ്സ് നടത്തുന്ന ആൾക്കാരെ
പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. കാരണം അമ്മായി അപരാധങ്ങളാണ് ഇവർ കാണിക്കുന്നത്. ഇവരുടെ ലൈവ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോ വലിച്ചു കയറ്റി ബോധമില്ലാണ്ടാണ് ഇവരിതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. കുറച്ചെങ്കിലും ബോധമുള്ള ആൾക്കാർ ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണ് ഇവർ ലൈവിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്നത്. ലൈവിൻ്റെ ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ വല്ല സ്ട്രൈക്ക് കിട്ടി പോകുമെന്നുള്ളതും സംശയമാണ്. അതിനിടയ്ക്ക് ഈ ഷെമീർ എന്ന് പറയുന്ന ആൾ മറ്റേ ടൈപ്പ് അവൻ പറഞ്ഞ പോലെ കുണ്ടനല്ല എന്ന് തെളിയിക്കുന്ന രീതിയിൽ പല വീഡിയോസും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ ഇവൻ അങ്ങനെ ഒരു ടൈപ്പ് അല്ല, അങ്ങനെ ഉദ്ദേശിച്ച പോലെ ഒരു ടൈപ്പേ അല്ല. പിന്നെ ഇവരങ്ങനെയാണെന്ന് ഈ തൊപ്പി വരെ അങ്ങനെയാണെന്നുള്ള രീതിയിൽ തൊപ്പി തന്നെ അവൻ്റെ കൂടെ അങ്ങനത്തെ മൈൻഡിൽ സംസാരിക്കുന്ന സാധനങ്ങളൊക്കെ അവരുടെ ലൈവിൽ കിടപ്പുന്നുണ്ട്. എന്നിട്ടാണ് ഇവർ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചളി വാരി ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷെമീറിന്റെ രണ്ടാമത്തെ ലൈവിൽ കുറച്ച് സീരിയസ് ആയ അലിഗേഷൻസ് പറയുന്നുണ്ട്. തൊപ്പി ഡ്രഗ്സ് കാര്യങ്ങൾ ചെയ്യുന്നതാണ്, പിന്നെന്തോ പോക്സോ കേസ് കാര്യങ്ങൾ അവൻ്റെ പേരിൽ വരാനുള്ള സാധ്യതയുണ്ട്, ചെറിയ പ്രായമുള്ള പെൺകുട്ടികളെ ഉപയോഗിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെന്താണ് ഹനാൻ ഷാൻ്റെ ഏതോ ഒരു ഫ്രണ്ടിൻ്റെ പേര് അനാവശ്യമായിട്ട് അതിനകത്തോട് വലിച്ചഴിച്ചിടുന്നുണ്ട്. അതിൻ്റെ ഒന്നൊരു കാര്യം അവർക്ക് അവിടെ ഇല്ല. ഒരു പ്രമുഖ വ്യക്തിയുടെ കൂട്ടുകാരൻ്റെ ഭാര്യ എന്ന രീതിയിൽ ചുരുക്കി പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അവരതല്ലാണ്ട് ആളുടെ പേര് വരെ ഇട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവൻ പാവപ്പെട്ട പെണ്ണുങ്ങളെ കളിക്കാൻ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന വീഡിയോസും ഓഡിയോക്കും കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ തൊപ്പിക്കെതിരെ വന്നിട്ടുള്ളത് വലിയ വലിയ ആരോപണങ്ങളാണ്. ഇവൻ ഇതിനകത്തൊക്കെ വഴുതി മാറി പോകുന്നത് വേറെ ഒന്നും കൊണ്ടല്ലോ. ഇവൻ അത്യാവശ്യം ചാരിറ്റിയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇവന് കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കാൻ ഭയങ്കര കഴിവാണ്. അതായത് തൊപ്പി ഒരു കാര്യം വന്ന ആൾക്കാരുടെ മുമ്പിൽ കരഞ്ഞു പറഞ്ഞ് ആൾക്കാരത് നമ്പി, അല്ലെങ്കിൽ അവൻ വേറെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും എടുത്തു വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതും ആൾക്കാർ വിശ്വസിച്ചു. ആ ഒരു സംഭവമാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ അവസാനം തൊപ്പി ഇവർക്കെതിരെ കേസ് കൊടുക്കുകയാണ്. ഡിഫോമേഷനും പിന്നെ ക്രിമിനൽ കേസ് എന്താണ്ടൊക്കെയോ കേസ് കൊടുക്കുകയാണ്. പോലീസുകാർ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം, എന്നെ ചോദ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് തൊപ്പിൻ്റെ സ്റ്റൈൽ ഒരു നാടകീയമായ വീഡിയോസോ ലൈവോ ഏതാണ്ടോ അവൻ്റെ ചാനലിൽ ഒരു 6 മിനിറ്റ് നേരത്തെ വീഡിയോ കാണാൻ വേണ്ടി ഇടയായി. നമുക്ക് അതൊന്ന് കാണാം. ഗ്യാങ്ങിലെ അംഗങ്ങളോട് നിഹാദ് മോശമായി പെരുമാറുന്നുവെന്നും വേതനം നൽകുന്നുമില്ല എന്ന പരാതികൾക്കപ്പുറം തൊപ്പിയുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ചും സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റത്തെക്കുറിച്ചും വെളിപ്പെടുത്തി ഗ്യാങ് അംഗങ്ങൾ രംഗത്തെത്തി. പൊതുസമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ കഴിയാത്ത സ്വകാര്യ ദൃശ്യങ്ങളടക്കം ലൈവിൽ നിരത്തിയാണ് ഇരുവിഭാഗവും ചെളിവാരിയെറിഞ്ഞത്. ഇതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത്. കൊച്ചുകുട്ടികളടക്കം വ്യാപകമായി കാണുന്ന തൊപ്പി ലൈവുകൾ വളർന്നുവരുന്ന തലമുറയെ നശിപ്പിക്കുന്നതാണെന്ന് കാണിച്ചാണ് അഭിഭാഷകൻ DGPക്ക് പരാതി നൽകിയത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള അശ്ലീല പ്രദർശനം, ലഹരി ഉപയോഗം, സൈബർ കുറ്റകൃത്യം, ശാരീരിക മാനസിക പീഡനം തുടങ്ങി വിവിധ കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരാതി. ഇവിടെ ഇവരെയൊക്കെ പിടിച്ചു വെച്ച് നന്നായിട്ട് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ ഒരുവിധം കലങ്ങി തെളിയും. ഇവർക്ക് ആരാണ് ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നത്, അവർ വേറെ ഏതൊക്കെ ഇൻഫ്ലുവൻസേഴ്സിന് സപ്ലൈ ചെയ്യുന്നുണ്ട്, ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ ഡ്രഗ്സിന്റെ ഡീലിങ്സും കാര്യങ്ങളും നടക്കുന്നതെന്നാണ് ഞാൻ വാർത്തയെ കണ്ട് മനസ്സിലാക്കി കൊടുത്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ന്യൂസ് ചാനൽ തന്നെ എടുത്തു നോക്കുക, അതിൽ ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സിന് ഈ ഒരു സോഷ്യൽ മീഡിയ ഫെയിം തുടങ്ങിയ ആ കാലം തൊട്ട് ഈ കാലം അത്രയും ഒത്തിരി പേര് ഇങ്ങനെ ഇതുമായിട്ട് പിടിയില്ല, അതുമായിട്ട് പിടിയില്ല, അങ്ങനെ ഉപയോഗിച്ച് പിടിയില്ല, ഇങ്ങനെ ഉപയോഗിച്ച് പിടിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണ് കേസ്, ഡ്രഗ്സ്, കഞ്ചാവ് അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവരുടെ ലൈവും കാര്യങ്ങളും ആ ഒരു വീഡിയോസിനൊക്കെ നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ എന്ത് ചെയ്യാണ്, ഈ സാധനങ്ങളൊക്കെ വലിച്ചു കയറ്റി അവിടെ വന്നിരുന്ന ലൈവിലും മറ്റും ആളുകളുടെ ഇടയിൽ അങ്ങോട്ട് നന്നായിട്ട് അഴിഞ്ഞാടി അങ്ങോട്ട് പെർഫോം ചെയ്തേക്കാണ്. അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ് ഇവർക്ക് ഇത്രയധികം ഫാൻ ബേസ് ഉണ്ടാകുന്നത്. ഇവരുടെ ലൈവ് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ കാട്ടി കൂട്ടുന്നത്. ഇവരുടെ കളി കണ്ടുകഴിഞ്ഞാൽ ഒരുപാട് പെണ്ണുങ്ങളെ കാണാത്ത കളിയും പെണ്ണുങ്ങളെ കാണാത്ത സംസാരമാണ് ഈറ്റങ്ങളെ വായെന്ന് വീഴുക. ഇവരുടെ ലൈവിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവർ സ്ത്രീകളെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്ന ഇതൊക്കെ ഉണ്ട്. ഈ മമ്മു, പ്രത്യേകിച്ച് ഈ മമ്മൂൻ്റെ ഒരു വിഷയം ഉണ്ടായ സമയത്ത് ഈ തൊപ്പീനെ എല്ലാവരും നന്മപരമായി തലേ കൊണ്ടുവരുന്ന വേറെ ഒന്നല്ല വിഷയം, എന്താണ് മറ്റേ ഇതുണ്ടല്ലോ, കുളിസീൻ കാണാൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കാറുണ്ട് എന്നൊക്കെ മമ്മു വന്ന് പറയുന്ന ഒരു സംഭവം. അതിൽ ആ ഇന്റർവ്യൂവറേയും ഈ ഒരു മമ്മൂനെ എടുത്ത് വെച്ച് സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കി ഉടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവനെ ഇവിടെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കുന്ന പോലെയൊക്കെ തൊപ്പി വന്നൊരു ഡ്രാമ ഇറക്കിയ സമയത്ത് എല്ലാവരും അത് വേണ്ട, പാവല്ലേ, ഒരു ചാൻസ് കൂടെ കൊടുത്തേക്കാം, അവരെ കരച്ചിലും പിടിച്ചിലും. അതും വെറും സ്ക്രിപ്റ്റ് ആയിരുന്നു, വെറും സ്ക്രിപ്റ്റ്. അവരെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കാനൊന്നും വലിയ താല്പര്യം തൊപ്പിക്കില്ല. കാരണം ഇവരിങ്ങനെ ഓരോ സാധനങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ അത് കാണാൻ ആൾക്കാരാണ്. അപ്പോൾ ആൾക്കാരെയും അതിന് കിട്ടുന്ന റീച്ചും പൈസയും ഒക്കെ തൊപ്പിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് തൊട്ടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂടെ അങ്ങ് നിന്നേക്ക്. ഇപ്പൊ വലിയേട്ടൻ കളിക്കുന്നത് നോക്കണ്ട, ഇവനാള് വെറും പോക്കാണ് ഈ തൊപ്പി. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെൺകുട്ടികളെ മോശം സംസാരിക്കുന്ന അങ്ങനെ ചെയ്യുന്ന ഇവരെ ഏതോ കാലം അവൻ ആ ഗ്രൂപ്പിൽ നിന്ന് തൂക്കാം. അവനത് ചെയ്യില്ല. കാരണം ഇവരുടെ എല്ലാവരുടെയും പ്രവർത്തിക്ക് മുന്നിൽ ഒരു കൈ അവൻ്റെതുണ്ട്. അതുകൊണ്ട് അവനത് ചെയ്യൂല. ഇപ്പൊ വന്നിരുന്ന് ഈ നന്മതരം കളിക്കുന്നൊന്നും ഒരു മനുഷ്യരും ശ്രദ്ധിക്കണ്ട. ഇവനെ കുടിച്ച വെള്ളത്തിൽ നമ്പാൻ പറ്റത്തില്ല. വരാപ്പുഴ പോലീസ് സ്റ്റേഷനിലുള്ളത്, പരാതി കൊടുക്കാൻ വന്നതാണ്. എനിക്ക് ഒരു മിനിറ്റ് വണ്ടി ഇരുന്നിട്ട് ബാക്കി പറയാം, ഒന്ന് സമാധാനത്തിലിരിക്കട്ടെ. ഇന്ന് രാവിലെ മുതൽ ഓട്ടമായിരുന്നു. ഓക്കെ, ഇന്ന് കേരളത്തിലെ ചെറിയൊരു ഭാഗം ആൾക്കാരുടെങ്കിലും മുന്നിൽ ഞാൻ പോക്സോ കേസ് പ്രതിയല്ല, പോക്സോ കേസ് ചെയ്ത ആളാണ്. ഓക്കെ, പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ട് അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കിയ ആളാണ്, ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണ്. ഇതിനെല്ലാം കാരണക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ തീറ്റിപ്പോറ്റിയ കുറച്ച് നാറുകൾ.
ഓക്കെ. TT പോറ്റിയെ കുറച്ച് നാറുകൾ. ഈ ഒരു വേർഡ് തന്നെ നിങ്ങൾക്ക് ഷമീറും അമ്മും പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് മനസ്സിലായല്ലോ. കാരണം ഇവൻ പണം കൊടുക്കുന്നില്ല, പൈസ അങ്ങനെ സാലറി കൊടുക്കുന്നില്ല, അതിന് പകരം കൊടുക്കുന്നതാണ് ഫെയിം, ഇവർക്ക് പോകാനുള്ള ട്രാവലിംഗ് സാധനങ്ങൾ, ഇവർക്കുള്ള ഡ്രസ്സ്, അത് ഇതൊക്കെ ഇയാൾ തന്നെ സമ്മതിച്ചാണ്. അപ്പൊ TT പോറ്റിയത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി തന്നെയാണെന്ന് അറിയാണ്ട് എഗ്രി ചെയ്ത് പോവുകയാണ്. ഇനി വെറുതെ സോഷ്യൽ മീഡിയയിൽ കാണിച്ച് ഇവന്മാരെ എക്സ്പോസ് ചെയ്തിട്ട് ഇവന്മാർ ഇത് ക്രെഡിറ്റ് ആയിട്ട് ഇവന്മാർക്ക് ഇത് കുഴപ്പമില്ല, ഇവന്മാർക്ക് റീച്ച് കിട്ടിയാൽ മതി. ഓക്കെ, എക്സ്പോസിങ് ഇതെല്ലാം ഞാൻ പറയട്ടെ. ഇത് കണ്ടോ, 2 ക്രിമിനൽ കേസുകളും പിന്നെ ഒരു ഡിഫമേഷന്റെ ലീഗൽ നോട്ടീസ് ഓൾറെഡി അയച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി കളികൾ ഡയറക്റ്റ് ലീഗലി പോകാൻ പോയിരുന്നു. ഓക്കെ, നേരെ ജയിലിൽ കയറ്റാം. അതന്നെയാണ് ഡയറക്റ്റ് നേരെ ഇവന്മാരെ ജയിലിൽ കയറ്റാന്നുള്ളതിന് ഉദ്ദേശം. കാരണം എക്സ്പോസിംഗ് ഒന്നും ഇവർക്ക് ഇതൊക്കെ റീച്ച്, ഇതെല്ലാം നെഗറ്റീവ് റീച്ച് മുന്നോട്ട് പോവാം, ഇതാണ് ഇവരുടെ മൈൻഡ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന വെച്ചാൽ പോക്സോ കേസ്, അബോഷൻ കേസാണെന്ന് എനിക്കറിയില്ല, പക്ഷെ സ്റ്റിൽ സമൂഹത്തിൽ ഒരാളെ നാറ്റിക്കണമെങ്കിൽ ഫസ്റ്റ് മൈൻഡിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇവരെനിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. അലിഗേഷൻ എന്ന് പറഞ്ഞാൽ തെളിവില്ലാണ്ട് ഒരു അലിഗേഷൻ ഇതാക്കുമ്പോൾ ഞാൻ പോക്സോ കേസ് പ്രതിയാന്ന് പറയുമ്പോൾ പോക്സോ കേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ എന്തെങ്കിലും കേരളത്തിലെ ലോകത്തെ ഏതെങ്കിലും ഒരു പെണ്ണ് എനിക്കെതിരെ പറയണം. ഓക്കെ, ഒരാളെങ്കിലും എനിക്കെതിരെ പറഞ്ഞെങ്കിൽ ഓക്കെ, ഒരു ഇതുമില്ലാണ്ട് ആര് പറയും, ഏതൊരാൾ പറയും, നിങ്ങൾക്കെതിരെ ആരെന്താണ് സംസാരിക്കുക? ഇവരുടെയൊക്കെ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പണവും പ്രശസ്തിയുണ്ട്. പിന്നെ അങ്ങോട്ട് ചെന്ന് കയറി കിടക്കുന്ന പെണ്ണുങ്ങളാണ് ഭൂരിഭാഗവും. ഇവന്റെ ഫെയിം, ഇവന്റെ കളി, ഇവന്റെ ഇതൊക്കെ കാണുന്ന സമയത്ത് അയ്യോ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, എന്റെ കൂടെ സെൽഫി, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എനിക്ക് മെസ്സേജ്, ഈ ഒരു എക്സൈറ്റ്മെന്റിൽ അവരെ കാണുമ്പോൾ അവരുടെ പുറകെ പോകാനും അവർ വിളിക്കുമ്പോൾ അവരുടെ കൂടെ കിടക്കാനും പെണ്ണുങ്ങൾ തയ്യാറാണ്. 18 വയസ്സിന്റെ താഴെയുള്ള ചെറിയ പെണ്ണുങ്ങൾ വരെ തയ്യാറാണ് അതിന്. അവർക്ക് ഈ ഫെയിമും കാര്യങ്ങളും അത്യാവശ്യം വലിയ നിലയിലും വിലയിലുള്ള ഒരാള് അയ്യോ ഈ സാധനമാണ് അവരുടെയൊക്കെ എടുത്ത്. അതുകൊണ്ട് എന്ത് ചെയ്യും, അവരൊക്കെ ഈ മെസ്സേജ് കാണുമ്പോഴേക്കും നാളെ പുറത്ത് മീറ്റ് ചെയ്യാം, കോഫി, ശരി റെഡിയാണ് പോവാം, ആ ഒരു മൈൻഡ് സെറ്റാണ് ഇപ്പോഴത്തെ പെൺപിള്ളേർക്കൊക്കെ. ആര് വരും? പൈസയും പ്രശസ്തി ഇത്രയധികം ഫെയിം ആയിട്ടുള്ള തൻ്റെ അടുത്തേക്ക് ആര് വരും? നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് ഒരുപാട് പണമുണ്ട്, ഇട്ട് മൂടാനുള്ള പണമുണ്ട്, പൈസ എറിഞ്ഞാൽ അങ്ങനെ, പൈസ എറിഞ്ഞാൽ ഇങ്ങനെ. അപ്പോൾ ഒത്തിരി പൈസ ഉണ്ട്, നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ പൈസേൻ്റെ പിൻബലത്തിൽ നിങ്ങൾക്കെതിരെ നിൽക്കാൻ ഏത് സാധാരണക്കാരാണ് വരിക? പ്രത്യേകിച്ച് അങ്ങോട്ട് വന്ന് കയറി തന്ന പെണ്ണുങ്ങൾ. നിങ്ങളൊരു ചാറ്റ് പുറത്തു വിട്ടാൽ മതി, ഇവരിങ്ങോട്ട് ടെക്സ്റ്റ് അയച്ചിട്ട് ഇവരെല്ലാ കാര്യത്തിനും എഗ്രി ചെയ്ത് തന്നിട്ട് ഇപ്പം എന്നെ കുറ്റം പറയാന്ന് പറഞ്ഞാൽ ആ പെണ്ണ് മാറിയോ? അതുകൊണ്ട് ഒരു പെണ്ണ് നിനക്കെതിരെ വരാൻ പോകുന്നില്ല. ഒരു ഇതുമില്ലാണ്ട് വന്ന് വെറുതെ പച്ചക്ക് വിളിച്ചു പറയാം അബോഷൻ ചെയ്യുന്ന ഒരാളെങ്കിലും അത് പറഞ്ഞു തരാം. ഞാൻ പ്രണയിച്ച്, അതായത് റിലേഷൻഷിപ്പിൽ ഇതാക്കി, റിലേഷൻഷിപ്പ് പ്രണയം നടിച്ച് പീഡിപ്പിച്ചിട്ട് അബോഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കി ഒരാളെങ്കിലും ഇത് വന്നിട്ട് പറഞ്ഞു തരാം. ഓക്കെ, പിന്നെ ഡ്രഗ്സിന്റെ കാര്യം, എന്റെ വീട്ടിൽ ഞാനില്ലാത്തപ്പോ ഡ്രഗ്സ് കയറ്റിയിട്ട് എന്റെ അലമാരയിൽ ഡ്രഗ്സ് എടുക്കുന്നതായിട്ട് വീഡിയോ എടുത്ത് വെച്ചേക്കുന്നത്. ഇവിടെ ഇവർ പറയുന്നൊരു പോയിന്റ് ഉണ്ട്, ഇവന്റെ അടുത്തുള്ള സമയത്ത് ഇവരത് ഉപയോഗിക്കുമ്പോഴൊക്കെയാണ് ഇവർ ആ വീഡിയോ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് വിടുന്നുണ്ടെങ്കിൽ 4 ആൾക്കാർ നമ്പും വിശ്വസിക്കും. പക്ഷെ ഇവൻ ഇല്ലാത്തൊരു സമയത്ത് ഇവന്റെ റൂമിനകത്ത് കയറുന്നു, സാധനങ്ങൾ എടുക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഇല്ലാത്ത സമയത്ത് റൂമിൽ വെച്ച് എന്നെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവം അവിടെ തീർന്ന്. അപ്പോൾ ആ വീഡിയോയ്ക്ക് നമുക്ക് വലിയ പ്രസക്തി കൊടുക്കാൻ പറ്റില്ല. എന്നിരുന്നാലും ഇവൻ താമസിക്കുന്ന വീട്ടിലാണ് ഈ ഒരു സാധനം എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവരെല്ലാവരും ടീമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഇവൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. അവൻ ഷമീർ ഡ്രഗ് പെഡ്ലർ ആണെന്ന് ഇവൻ പറയുന്നുണ്ട്, അവിടെ ഡ്രഗ്സ് കയറ്റലുണ്ട്, കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത്രയും കാലം അറിഞ്ഞു വെച്ചിട്ട് ഇവൻ എന്ത് ചെയ്യായിരുന്നു? നാട് നശിപ്പിക്കാനോ ആൾക്കാരെ നശിപ്പിക്കാനോ അങ്ങോട്ട് നിന്ന് കൊടുക്കുക തന്നെ. 1 മാസം മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ഇവർ വന്ന മുതലുള്ള പ്ലാൻ, ഞാൻ വിചാരിച്ചു 3 മാസം മുമ്പാണ് ഇവർ എന്നെ കൊടുക്കാനുള്ള പ്ലാൻ തുടങ്ങി. ഇത് ഇവർ ജാസിന്റെ വായന ഇന്നലെ അറിയാണ്ട് വന്നിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങിയ പ്ലാനിങ് ആണ്. അപ്പൊ ഇവരെല്ലാം എന്തെല്ലാം ഉണ്ടാവും, എന്തെല്ലാം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാവും വീട്ടിൽ ഉള്ള സമയത്ത് തന്നെ. എന്തൊക്കെ നാളെ ഒരു പറയാം വീട്ടിന്റെ താഴെ ആരും കൊന്നിട്ട് കുഴിച്ചിട്ടുണ്ടെന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവർ ഓരോന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം ഞാൻ വന്നിട്ട് അത് തെളിച്ചിട്ട് കാര്യമില്ല, ഞാൻ ഡയറക്റ്റ് നിയമപരമായിട്ട് പോയിരുന്നു. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഒരു കേസ് സെപ്പറേറ്റ് ഞാൻ ഡ്രഗ്സിന് തന്നെ വേറെ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ എന്നെ പോക്സോ ആളെന്ന് പറഞ്ഞതിന്റെ തെളിവില്ലാണ്ട് പറഞ്ഞതിന്റെ ഇത് കേസ്. ഓക്കെ, ഈ തെളിവില്ലാണ്ട് ഇവൻ ഈ പറയുന്നത് ഇവന്റെ പറച്ചിലടക്കം ഇവൻ എല്ലാ കാര്യങ്ങളും എടുത്ത് തെളിവ് മുമ്പിൽ അങ്ങോട്ട് വെച്ചിട്ടാണ് പറയുന്നത്. എന്തോ 3000-ൽ കൂടുതൽ തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു 6 എണ്ണം പോലും മര്യാദയ്ക്ക് പുറത്തു വിട്ടിട്ടില്ല. മര്യാദയ്ക്ക് ഇവൻ പറയുന്ന ഈ വോയിസും കാര്യങ്ങളൊക്കെ AI ആണ്, അതാണ് ഇതാണെന്നൊക്കെ. അപ്പം ഇവൻ കഴിഞ്ഞ ലൈവിൽ കേൾപ്പിച്ച വോയിസും കാര്യങ്ങളും ഇനി ഇവന്റെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്ന വോയിസും സാധനങ്ങളൊക്കെ AI ആണെന്ന് മറ്റൊരു പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇപ്പൊ ഈ വോയിസ് ക്ലിപ്സിനോ കാര്യങ്ങൾക്കോ ഒന്നും വീഡിയോ അല്ലാത്ത ഒന്നിനും യാതൊരു തരത്തിലുള്ള പ്രാധാന്യം കൊടുക്കണ്ടെന്ന് ഇവൻ തന്നെ പറയുന്നുണ്ട്. അപ്പം നിന്റെ കയ്യിലെ ഓഡിയോസിനും അതേ പ്രാധാന്യം തന്നെ ആൾക്കാർ തന്നാൽ മതി. രീതിയിൽ ഞാൻ കാര്യം പറയില്ല, ഞാൻ ഇത്രയും കോൺഫിഡൻസ് ഇല്ലാണ്ട് ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം വെച്ചാൽ ആൾക്കാർ മൊത്തമൊക്കെ എനിക്ക് മടിയാണ്. ചെറിയൊരു വിഭാഗം ആൾക്കാരെങ്കിലും ഞാനതാണോ എന്ന് വിശ്വസിക്കുന്നുണ്ടാവും. ഓക്കെ, ഞാൻ കേരളത്തിലെ ഗവൺമെന്റിനോടും പോലീസിനോടാണ് ഞാൻ പറയുന്നത്, എല്ലാത്തിനെയും പിടിക്കണം. MRG ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്നെ അടക്കം ചെക്ക് ചെയ്യണം, ചോദ്യം ചെയ്യണം. ഇവന്മാരെ എല്ലാത്തിനെയും പിടിച്ചിട്ട് വരുമോനെ അധികം വൈകാണ്ട് തന്നെ വരുന്നുണ്ട്. ആദ്യം തന്നെ ന്യൂസ് കണ്ടില്ലേ, എത്രയും പെട്ടെന്ന് വരും, നീ വിഷമിക്കണ്ട. നിന്നെയും നിന്റെ ടീമിനെ എല്ലാവരും എടുത്തു വെച്ച് പരിശോധിച്ച് നിങ്ങളുടെ ഫോണും കാര്യങ്ങളൊക്കെ ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുവന്ന് അതിലെ സാധനങ്ങളെല്ലാം തോണ്ടി വെളിയിലിട്ട് എത്ര പെണ്ണുങ്ങളുടെ കൂടെ എത്ര സ്ത്രീകളെ നിങ്ങൾ എന്തൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്, എന്തോരം തരം ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണിക്കുന്ന ഇല്ലീഗൽ പ്രോഗ്രാംസ് എന്തൊക്കെയാണ്, ഇതെല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തിട്ടുള്ളൂ. നിന്റെ പൈസയ്ക്ക് അവിടെ ബലമില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു റൂമിലിട്ട് ചോദ്യം ചെയ്താൽ പുറത്തു വരും സാധനങ്ങൾ. ഓക്കെ, എല്ലാവരും ടെസ്റ്റ് ചെയ്യണം. ഇതിന്റെ അന്വേഷണത്തിന്റെ എല്ലാ രീതിയിലും കോപ്പറേറ്റ് സഹകരിക്കാൻ ഞാൻ റെഡിയാണ്. ഓക്കെ, എന്നെയും ടെസ്റ്റ് ചെയ്യണം, അമ്മമാരും ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, മൊത്തം തെളിയണം, പുറത്ത് വരണം. ഓക്കെ, ഇവന്മാര് ജയിലിൽ കയറണം. ഈ ഒരു തെളിവില്ലാണ്ട് ഡിഫേമേഷൻ മാത്രമല്ല ക്രിമിനൽ കേസുകൾ ആ അലമാരയിൽ നിന്ന് ഡ്രഗ് എടുക്കുന്ന വീഡിയോ എടുത്ത് ഇത് തൊപ്പി വെച്ചാന്ന് പറഞ്ഞാൽ എങ്ങനെ അത് എന്റേതാവും?
ഇങ്ങനെയാണ് ഒരു ഡ്രഗ് എവിഡൻസ് ഉണ്ടാക്കല്? എടാ ഞാൻ ഡ്രഗ് അടിക്കുന്നത് വിളിക്കണം, ഞാൻ ഡ്രഗ് അടിക്കുന്നത് കാണിക്കണം. ഇവർ കഞ്ചാവ് ഞാൻ അടിക്കുന്നതല്ല കാണിക്കുന്നത്. എന്റെ അലമാരിയിൽ നിന്ന് കഞ്ചാവ് എടുക്കുന്ന വെച്ചാൽ ഞാൻ അങ്ങനെ കഞ്ചാവ് അടിയാവും. ഇതേപോലെ തന്നെ പോക്സോ ഏതോ പെണ്ണുങ്ങളെ ഞാൻ പിടിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് ഏതൊരു പെണ്ണെന്ന് പറയട്ടെ, ആരെങ്കിലും പരാതി കൊടുക്കട്ടെ, എന്തെങ്കിലും പരാതി ഉണ്ട്, ആരെങ്കിലും പരാതി, ആരെങ്കിലും ഇതുവരെ പരാതി പറഞ്ഞിട്ട് എന്നെ കുറിച്ച് ഒരു പെണ്ണേഴ്സ് ഇത്രയും കാലമായിട്ട് ഒരു പെണ്ണേഴ്സ് വന്നാ എനിക്ക് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പെണ്ണുങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും ഞാൻ മോശമായിട്ട് പെരുമാറുന്ന എന്തെങ്കിലും ഡിസ്റെസ്പെക്ട് ഒരു വാക്ക് ആരെങ്കിലും ഒരു പരാതി കൊണ്ടുവാ മോനെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ഞാൻ ലീഗലി കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. ഇവന്മാരെ ഞാൻ ജയിലിൽ കയറ്റുന്ന പറഞ്ഞാൽ കയറ്റിയിരിക്കും. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞത്? ഓഡിയോ ക്ലിപ്സ് എനിക്കെതിരെ. ഈ ലോകത്ത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരാളെ നാട്ടിക്കാൻ വേണ്ടി ഇപ്പൊ മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ വോയിസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തട്ടെ അങ്ങനത്തെ ഒരു സാധനം എന്തെല്ലാം പറ്റും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരാൻ വെച്ച് ആ വോയിസും കൊടുത്തു കഴിഞ്ഞാൽ ആരെ വെച്ചാണെങ്കിൽ വോയിസുകൾ ഉണ്ടാക്കാം. മനസ്സിലാ? ഇത് വീഡിയോ ആണെങ്കിൽ ഓക്കെ വിശ്വസിച്ചോ. ഈ ഓഡിയോ ക്ലിപ്സ് ഇതെങ്ങനെ വിശ്വസിക്കും? ഇതെങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇത് കുറെ ആൾക്കാർ വിശ്വസിച്ചിട്ട് ഞാൻ ചെയ്തെന്ന് പറഞ്ഞു നിൽക്കാം, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു നിൽക്കാം. ഞാൻ പറയാം എല്ലാം ഞാൻ തെളിയിക്കും, എല്ലാ എവിഡൻസ് ഞാൻ പോലീസിന് കൈമാറും. ആമാരെ കയ്യിലുള്ള പോലീസിന് കൈമാറണം. ഫോറൻസിക്കൽ ഇട്ട് ടെക്നിക്കലായിട്ടും അല്ലാണ്ട് മൊത്തത്തിൽ ഇതിന്റെ അന്വേഷണം നടത്തണം, പിടിക്കണം. ഓക്കെ, ഇതിന്റെ സത്യം പുറത്തു തരണം. ഓക്കെ, ഇനി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവനാണ് ഓർഡർ കൊടുക്കുന്നത്, പിടിക്കണം, നിങ്ങൾ അന്വേഷണം നടത്തണം, ഇവന്റെ പെർമിഷൻ വേണം ആദ്യം. ഇവന്റെ പെർമിഷൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വോയിസ് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് ആർക്ക് വേണമെങ്കിൽ നിർമ്മിക്കാം എന്നൊക്കെ പറയും. അത് സംഭവം ശരി തന്നെ, പുള്ളി അതാണ് അങ്ങോട്ട് പറയുന്നത്. പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റായില്ല. ഇപ്പൊ എല്ലാം എന്റെ തലയിൽ വെച്ചെടുത്ത പാവ അത് ഇങ്ങനെ ഞാനല്ല കേട്ടോ എന്ന് പുറത്തൊന്നും പറയാത്തോണ്ട് ഞാൻ അതിങ്ങനെ ഏറ്റെടുത്ത് അവിടെ ഇരുന്നോളും. ആരെങ്കിലും അതിനെ കുത്തിക്കുറിച്ചാൽ മാത്രം അതിന് മറുപടി പറയുന്നൊരു പാവം അതിന്റെ തലയിൽ എല്ലാം കൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കണം. എല്ലാം അല്ലേ പാവം, അതുണ്ടല്ലോ ഒരു മിണ്ടാപ്രാണി അവിടെ എല്ലാം ഏറ്റുവാങ്ങാൻ. ഇവരുടെ ആ ഒരു വീഡിയോ ഷമീറും മമ്മൂക്കെ പുറത്തു വിട്ട് അവർ ആ കാറിലിരിക്കുന്ന ആ ഒരു വീഡിയോ കണ്ടിട്ട് അതിലെ നാച്ചുറൽ ആയിട്ടുള്ള ടോക്ക് കാണുമ്പോൾ അതൊരു AI ജനറേറ്റഡ് വീഡിയോ ആണ്, അല്ലെങ്കിൽ അതൊരു ശബ്ദമാണ് എന്നുള്ളത് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. കാരണം സാധാരണ കുറച്ച് പേര് കാറിലിരുന്നിട്ട് പുറകിലിരുന്നിട്ട് ഇങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് അവരെ പെടാതെ അവർ സംസാരിക്കുന്ന സാധനങ്ങളെല്ലാം ക്യാമറയിൽ പകർത്തുന്ന ഒരു ടൈപ്പ് സാധനമാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളാണെങ്കിൽ നമ്മളെ മുമ്പിലോ കൂടെ ആൾക്കാർ അറിയേണ്ട ക്യാമറ ഓൺ ചെയ്ത് ഇങ്ങനെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ അതിന്റെ ഒരു ആംഗിൾ കിട്ടുക അതേമാതിരിയും അവർ സംസാരിക്കുന്ന ആ ശബ്ദങ്ങളൊക്കെ തന്നെയാണ് അതിൽ വന്നിട്ടുള്ളത്. അപ്പൊ അത് കേൾക്കുമ്പോൾ അതൊരു AI ജനറേറ്റഡ് ആണ് എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്കങ്ങനെ തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാം. അത്രയും സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അത്രയും സാധനങ്ങൾ എന്റെ കയ്യിൽ. എനിക്ക് വാങ്ങി ഒരു ലൈവ് ഇട്ടിട്ട് വന്നിട്ട് ഇതിന്റെ മോളുടെ നാട്ടിക എന്തിന്റെ ആവശ്യം നാളെ വന്നിട്ട് അവർ പറയും അതൊന്നും അല്ലാത്ത പുതിയൊരു സാധനം ഉണ്ടാക്കിക്കൊണ്ട് ഞാനും കൊന്നോ അല്ലെങ്കിൽ വേറെ ഈ പീഡനവും മയക്കുമരുന്നും കൊലപാതകം കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താ നിങ്ങൾ ആലോചിക്കും? ആ സാധനം അടുത്ത് വരും. നോക്കോ, അടുത്ത എന്താ നിങ്ങൾ ആലോചിക്കും? ആ സാധനം അടുത്ത് പുറത്ത് വരും. ഓക്കെ, ഇതാണ് ലീഗലി മൂവ് ചെയ്യേണ്ട സാധനമാണ്, ജയിലിൽ കയറേണ്ട സംഭവമാണ്. അപ്പൊ അങ്ങനെ തന്നെ ഞാൻ മൂവ് ചെയ്യാൻ പോയി. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞത്, ഡിഫമേഷൻ കേസ് ഞാൻ എന്തായാലും ക്രിമിനൽ കേസ് ഞാൻ ജയിക്കും. ഡിഫമേഷൻ കേസ് ജയിച്ചാൽ കിട്ടുന്ന പൈസ 10 വയസ്സ് 9 വയസ്സ് ഞാൻ കൊടുക്കുക. അർഹതപ്പെട്ട രോഗികൾക്കോ അനാഥാലയത്തിലോ ഞാൻ കൊടുക്കും. ഓക്കെ, ബാക്കി അതെല്ലാ കേസും ഞാൻ ജയിക്കും. ഞാൻ എഴുതിയ ഒരു പരീക്ഷ ഇതേവരെ തോറ്റിട്ടില്ല എന്ന് പറയുന്ന കാര്യം അവൻ വാദിച്ചു. ഒരു കേസ് ഇന്നേ വരെ തോറ്റിട്ടില്ല. എല്ലാ കേസും അവൻ തന്നെ അങ്ങോട്ട് ജയിക്കും. പിന്നെ ഇതിൽ ലാസ്റ്റ് പറഞ്ഞത് ചാരിറ്റി ചെയ്യും. കുറച്ച് ആൾക്കാരുടെയെങ്കിലും മനസ്സൊന്ന് ഇതാക്കാൻ വേണ്ടി വേഗം എടുത്തിട്ടൊരു സാധനമാണ് ചാരിറ്റി. അത് കേൾക്കുമ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് വഴിഞ്ഞൊഴുകുമല്ലോ, പാവം അവൻ നല്ലൊരു നന്മമരമാണ്, ഇതിന്ന് കിട്ടുന്ന പണം അവന് ചാരിറ്റിക്ക് ഉപയോഗിക്കും, അത് വെച്ച് ഒത്തിരി പേര് രക്ഷപ്പെടും. ഇപ്പൊ എല്ലാവരും ചാരിറ്റിയാ. മറ്റേ രേണുസുതി ചാരിറ്റി ചെയ്യാൻ പോയി. എന്ത് ചെയ്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിനകത്ത് മറ്റുമായിട്ട് ആളുകൾക്ക് സബ്സ്ക്രിപ്ഷൻ എന്ന പേരിൽ തുണി അഴിച്ച് അവനവന്റെ ശരീരഭാഗങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പൈസ സമ്പാദിക്കുക. കിട്ടുന്ന പൈസ എന്ന് ഒരു വിധം ചാരിറ്റി. ഇപ്പുറം ചെയ്യുന്ന ചീത്തത് ഇപ്പുറം ചെയ്യുന്ന നന്മ ഉണ്ടെങ്കിൽ മായട്ടെ, അത് തന്നെ ഇവൻ ചെയ്യുന്ന എല്ലാ തൊട്ടിത്തരം കൂടെ 4 ചാരിറ്റി ചെയ്താൽ അങ്ങോട്ട് തീരുമെന്നാണ് പുള്ളി കരുതി വെച്ചേക്കുന്നത്. ആ ചാരിറ്റി എന്ന് കേൾക്കുമ്പോഴേക്കും ഇവൻ ചെയ്യുന്ന എല്ലാ തെമ്മാടിത്തരങ്ങളും സപ്പോർട്ട് ചെയ്ത് ഗ്ലോറിഫൈ ചെയ്യാൻ ഒരു വിഭാഗം ആൾക്കാർ വേറെയും മാറിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. ഇവരുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ഇവരുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ള കുഞ്ഞു പിള്ളേര് വഴിതെറ്റിപ്പോവാൻ വേറെ ഒന്നും വേണ്ട. ഇവരെ പോലെ കുറച്ച് ആൾക്കാർ മതി. ഇവരെ ഇൻഫ്ലുവൻസ് ആയിട്ട് തുപ്പി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്, തുപ്പി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, തുപ്പി അത് ചെയ്യുന്നുണ്ട്, തുപ്പി ലൈവിൽ ഇങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് ഇതൊക്കെ നല്ലതാണ്, ഇതൊക്കെ സൊസൈറ്റി അംഗീകരിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഒരു വിഭാഗം കുട്ടികൾ എന്ത് ചെയ്യാണ്, ഇവനെ പോലെ അങ്ങോട്ട് വളർന്നു വരും. അവർക്ക് ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങൾക്കൊക്കെ പകരം ഇങ്ങനെ വരുമാനം നേടാമല്ലോ എന്ന് കരുതിയിട്ട് കുട്ടികളെല്ലാവരും കൂടെ ഒരു സ്ട്രീമിങ്ങും പരിപാടിയും തുടങ്ങി ഒരു കമ്പ്യൂട്ടറിന്റെ സിസ്റ്റത്തിന് മുമ്പിൽ അങ്ങോട്ടാവും. ഇവർ ചെയ്യുന്ന പരിപാടിയും താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നില്ല. ഒരുപാട് പേര് സ്ട്രീമിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഈഗിൾ ഗെയിമിംഗ്, അങ്ങനെ ഒത്തിരി പേര്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അവർക്ക് പറ്റുന്ന രീതിയിൽ സമ്പാദിക്കുന്നുണ്ട്, കാര്യം അതൊക്കെ റെഡി തന്നെ. പക്ഷേ ഇതേമാതിരി പ്രഹസനങ്ങൾ കാട്ടിക്കൂട്ടി ആളുകൾക്ക് തെറ്റായ ഇൻഫർമേഷൻ കൊടുത്ത് അവരൊക്കെ മാന്യമായി ഈ സാധനം ചെയ്തുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവരുടെ സ്ട്രീമിങ്ങിൽ നിങ്ങൾ പറയാതെ ഒരു മാന്യതയായിട്ടുണ്ടോ? പെണ്ണുങ്ങളെ പറയുന്ന കാര്യങ്ങൾ, അവരുടെ വസ്ത്രധാരണങ്ങൾ, സംസാരങ്ങൾ, തെറിവിളികൾ, ഇതെല്ലാം അത്രയധികം മാന്യതപ്പെടുന്ന കാര്യങ്ങളാണോ? അപ്പൊ ഇവര് ശരിയായ രീതിയിൽ നിയമത്തിന് മുമ്പിൽ വന്ന് ശിക്ഷിക്കപ്പെടേണ്ട ആൾക്കാർ തന്നെയാണ്. ഇവരെ കണ്ടിട്ട് ഒരു കുട്ടികളും മാതൃകയാക്കാതിരിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ഷമീർ പറഞ്ഞ തൊപ്പിക്കെതിരായ ആരോപണങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റായിട്ട് അന്വേഷിക്കുക. കാരണം തൊപ്പീന്റെ സംസാരത്തിൽ അവൻ അത്ര നല്ല പുള്ളിയൊന്നുമല്ല. പെണ്ണുങ്ങളോട് അത്യാവശ്യത്തിന് വൾഗറായിട്ട് സംസാരിക്കാനും ചീപ്പ് മെന്റാലിറ്റി ഉള്ള ഒരു വ്യക്തി തന്നെയാണ് എന്നുള്ളത് പല വീഡിയോസ് കണ്ടിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. സോ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നല്ല രീതിയിൽ ശിക്ഷിക്കുകയാണ് വേണ്ടിയിട്ടുള്ളത്.
നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആവശ്യമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക തന്നെ വേണം. തൂഫാനും കാര്യങ്ങളും വേറെ വല്ല വഴിയും പോയി വീശിക്കൊണ്ടിരുന്നാൽ ഒരു സൈഡിൽ മുഴുവൻ ഇവരെ പോലുള്ള ആൾക്കാർ ആഞ്ഞു വീശി ഒരുപാട് പേരെ ആ വശത്തോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് വീശുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊന്ന് ഇങ്ങോട്ടും കൂടെ വീശിയ വലിയ ഉപകാരമായിരുന്നു. ഇത്രയൊക്കെ നമ്മളെ വീഡിയോയിൽ പറയുന്നുള്ളൂ. വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി. എന്നോ ചെയ്യണമെന്ന് കരുതിയിരുന്നാണ് 2, 3, 4 ദിവസം ആയാലും ഈ സാധനം ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത്. പക്ഷേ അത് ചെയ്യേണ്ട എന്ന് കരുതിയിരുന്നതാണ്. കാരണം അത്രയും ചീപ്പായ സാധനങ്ങളൊക്കെയാണ് ഇവർ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണ് നമ്മൾ എടുത്തു വെച്ച് സംസാരിക്കുക എന്നുള്ളൊരു മടി ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ പ്രമുഖ ന്യൂസ് ചാനൽ ഉൾപ്പെടെ ഒത്തിരി പേര് എടുത്തു വെച്ച് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് നമുക്കത് ചെയ്യണം തോന്നി. നമ്മൾ നമ്മുടേതായ അഭിപ്രായങ്ങളും നമ്മളെ കാണുന്ന വ്യൂവേഴ്സ് 1, 2, 3 ആൾക്കാരായിക്കോട്ടെ അവർക്ക് വേണ്ടി നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തു. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമന്റും കൂടെ ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ.